ഇത് അത്ഭുതത്തിന്റെ സമയമാണ്. കർത്താവ് നമുക്ക് വേണ്ടി അത്ഭുതങ്ങൾ ചെയ്യുക തന്നെ ചെയ്യും. ഏത് വലിയ പ്രതിസന്ധിയിലാണെങ്കിലും എൻ്റെ പ്രിയരെ, ഇന്ന് ഈ വചനം കേൾക്കുമ്പോൾ നിങ്ങളുടെ ലൈഫിന്റെ അകത്ത് വലിയ മാറ്റങ്ങൾ കർത്താവിനാൽ ഇന്ന് സംഭവിക്കും. ഒരു വചനം നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുവാൻ ഞാൻ കർത്താവിൽ ആഗ്രഹിക്കുന്നു. എഫേസ്യ ലേഖനം 1-ാം അധ്യായത്തിന്റെ 19-ാമത്തെ വാക്യം. പല ആളുകളും ഭാരത്തോടെ അല്ലെങ്കിൽ അവരുടെ പ്രയർ റിക്വസ്റ്റുകൾ പറയുന്ന സമയത്ത്, ബ്രദറെ, ഞാൻ വലിയ പ്രതികൂലത്തിലാണ്, ഞാൻ വലിയൊരു പ്രതിസന്ധിക്കകത്താണ്, എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഞാൻ പ്രാർത്ഥിച്ചതിന് ശേഷം പറയാറുണ്ട്, വിശ്വസിക്കുക, കർത്താവ് അത്ഭുതം ചെയ്യും. അപ്പോൾ ഇത് കേൾക്കും പല ആൾക്കാരും എന്നോട് പറയും, ബ്രദറെ, എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. കാര്യം അവർ ആ വാക്കുകളെ പല ആൾക്കാരും ശ്രദ്ധിക്കാറില്ല. അതിന്റെ കാരണം, വിശ്വസിക്കുക എന്ന് പറയുമ്പം നിങ്ങൾ ചിന്തിക്കുന്നത്, കർത്താവ് എനിക്ക് വേണ്ടി ഒരുക്കും, കർത്താവ് എനിക്ക് വേണ്ടി അത്ഭുതം ചെയ്യും, അതെനിക്ക് അറിയാലോ എന്ന രീതിയിൽ പല ആൾക്കാരും എന്ത് ചെയ്യും, ഓക്കെ ശരി, ഞാൻ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പറയും. പക്ഷെ ശരിക്കും ശ്രദ്ധിക്കുക, എഫേസ്യ ലേഖനം 1-ാം അധ്യായത്തിന്റെ 19-ാം വാക്യത്തിൽ പറയുന്നു, വിശ്വസിക്കുന്നവർക്ക് വേണ്ടി വ്യാപരിക്കുന്ന ദൈവശക്തിയുടെ അളവറ്റ വലിപ്പം. കണ്ടോ, ഏത് പ്രതികൂലത്തിന്റെ അകത്താണെങ്കിലും നിങ്ങൾ പറയുകയാണ്, മരിച്ചതിനെ ഉയർപ്പിക്കുകയും ഇല്ലാത്തതിനെ ഉള്ളതുപോലെ വിളിച്ചു വരുന്ന എന്റെ കർത്താവ് എനിക്ക് വേണ്ടി വലിയ കാര്യം ചെയ്യുമെന്ന് പറയുമ്പോൾ ഇത് കേൾക്കുന്ന പരിശുദ്ധാത്മാവുണ്ട്. കണ്ടോ, വിശ്വസിക്കുന്ന നിങ്ങൾക്ക് വേണ്ടി വ്യാപരിക്കുന്ന ദൈവശക്തിയാണ്. എക്സീഡിങ് ഗ്രേറ്റ്നെസ് ഓഫ് ഹിസ് പവർ എന്ന് പറഞ്ഞു. നോക്കിക്കേ, ആ അളവറ്റ ശക്തിയാണ് അത്ഭുതമായി മാറുന്നത്. അപ്പൊ ഈ ദിവസങ്ങളിൽ നിങ്ങൾ പറയുകയാണ്, ഞാൻ വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞാൽ പരിശുദ്ധാത്മാവ് കേൾക്കുന്നു. പരിശുദ്ധാത്മാവ് കേൾക്കുന്നു എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം പരിശുദ്ധാത്മാവ് കേട്ടതിനെ നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിപ്പിക്കുവാൻ വേണ്ടി പോകുന്നു. അപ്പൊ എന്ത് ചെയ്യണം? വിളിച്ചു പറയണം, എന്റെ ദൈവത്താൽ നടക്കും, എന്റെ കർത്താവ് എനിക്ക് വേണ്ടി വചനങ്ങൾ പറയണം, വചനം പറയണം. ആ വചനത്തെ കേട്ട് വിശ്വസിക്കുന്ന നിങ്ങൾക്ക് വേണ്ടി പരിശുദ്ധാത്മാവ് വ്യാപരിക്കും. ഗോഡ് ബ്ലെസ് യു പ്രിയരെ. അപ്പൊ ധൈര്യമായിട്ടിരിക്കണം, പറയണം, വിശ്വസിക്കുന്നത് വിളിച്ചു പറയുമ്പോൾ ഓർത്തോണേ, ഇത് കേൾക്കുന്നുണ്ട് ആര്? പരിശുദ്ധാത്മാവ്. പരിശുദ്ധാത്മാവ് കേട്ട് വെറുതെ ഇരിക്കില്ല, വിശ്വസിക്കുന്ന നിങ്ങൾക്ക് വേണ്ടി വ്യാപരിച്ച് നിങ്ങൾക്ക് വേണ്ടി അത്ഭുതം ചെയ്യും. അവിടെ തന്നെ എഫേസ്യ ലേഖനം പറഞ്ഞു, അങ്ങനെ ക്രിസ്തുവിലും വ്യാപരിച്ച് ക്രിസ്തുവിനെ മരിച്ചവരുടെ ഇടയിൽ നിന്നും ഉയർപ്പിച്ചു. നിങ്ങളുടെ ജീവിതത്തിലും ഇതേപോലെ ഉയർപ്പിന്റെ അത്ഭുതങ്ങൾ നടക്കും. സ്വർഗീയ നല്ല പിതാവേ, രോഗികളായി ഭാരപ്പെടുന്നവരെ രോഗമുള്ള ഭാഗത്ത് കൈവച്ച് യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ കർത്താവെ, ആ രോഗശക്തിയെ, ആ രോഗം കൊണ്ടുവരുന്ന ഏത് ദുരാത്മ പ്രവൃത്തിയാണ്, അതിനെല്ലാം ഞങ്ങൾ ബ്രേക്ക് ചെയ്ത് പ്രാർത്ഥിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ ആ കൈവെക്കുമ്പോൾ തന്നെ വേദനകൾ, രോഗങ്ങൾ ശരീരത്തിൽ നിന്നും വേരോടെ പറഞ്ഞു മാറുന്നു. ഒരിക്കലും ഇനി ആ വേദന വരത്തില്ല, ഒരിക്കലും ആ രോഗം വരത്തില്ല. അതേപോലെ തന്നെ കടഭാരത്തിന്റെ അകത്തിരിക്കുന്നവര്, കുടുംബത്തിൽ സമാധാനമില്ലാതെ ഭാരപ്പെടുന്നവര്, ഇന്ന് യേശുവിന്റെ നാമത്തിൽ നിങ്ങളുടെ അത്ഭുതമാണ്. ആ പ്രതിസന്ധികൾ വിട്ടു മാറുന്നു. യേശുവിന്റെ നാമത്തിൽ അത്ഭുത സാക്ഷ്യമായി തീരുന്നു. ഞങ്ങൾ വിശ്വസിക്കുമ്പോൾ പരിശുദ്ധാത്മാവെ അങ്ങ് അറ്റസ്റ്റ് ചെയ്യുന്നല്ലോ. ഗോഡ് ബ്ലെസ് യു. യേശുവിന്റെ നാമത്തിൽ തന്നെ അനേകർ അനുഗ്രഹത്തിനും അവരുടെ ഉറപ്പിനും വേണ്ടി ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക. അവർക്കൊരു അത്ഭുതം നിങ്ങളിലൂടെ നടക്കും.